ഹലോ ഗൈസ്, ദിസ് YMK. വെൽക്കം ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബ്രീത്തി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു നേസൽ ഡയലേറ്ററാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഒരുപാട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കണ്ടതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതാണ് സാധനം. ഞാൻ ഓർഡർ ചെയ്തത് 2 ബോക്സ് ഓർഡർ ചെയ്തു ബ്രീത്തിയുടെ. പിന്നെ അതിൻ്റെ കൂടെ ഇത് ഞാൻ എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. ഇത് എക്സ്ട്രാ ഓർഡർ ചെയ്ത നേസൽ സ്ട്രിപ്സ് ആണ്. ഇത് മൂക്കിൻ്റെ സൈഡിലായിട്ട് ഒട്ടിക്കണം. ഞാൻ അത് ഒട്ടിച്ചിട്ട് ഞാനത് കാണിച്ചു തരാം. ഞാനിത് എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ്. 2 ബോക്സ് ഞാൻ ഓർഡർ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നേസൽ സ്ട്രിപ്സ് വേറെ വരും. പിന്നെ ഇതാണ് ഡയലേറ്റർ. ഒരു പാക്കിൻ്റെ അകത്ത് 30 സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ 15 ഡേയ്സിലേക്കുള്ളത്. 15 ടൈംസ് ഡേയ്സ് ആണെന്ന് എനിക്കറിയില്ല. ഒരു സ്ട്രിപ്പിൽ 10 എണ്ണം ഉണ്ടാവും. 10 അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ടാവും. ഇച്ചിരി പണിയുണ്ട്. പിന്നെ അത് ഒട്ടിച്ചിട്ട് ഞാൻ കാണിച്ചത്. നോക്കിയിരിക്കണം, ശ്രദ്ധിച്ചോ. ഓ, അത് കറക്റ്റാട്ടോ. എൻ്റെ ഈ ഭാഗത്തുണ്ടോ എൻ്റെ പാലങ്ങനെ ചെരിഞ്ഞിരിക്കണ പാലോ. ഇത് കൊള്ളാം. ഈ ചെറിയ എനിക്കൊരു അബദ്ധം പറ്റി വെച്ചാൽ ഇച്ചിരി ഞാൻ കയറ്റി ഒട്ടിച്ചത് കണ്ടോ. അപ്പോൾ ഇത് ഞാനിത് മാറ്റിയല്ലേ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഗ്ലൂ ആണ്. പോണില്ല പെട്ടെന്ന്. ഞാൻ ഇത്തിരി കയറ്റി അത് ഒട്ടിച്ചത്. അപ്പോൾ ഏതാണ്ട് ഇവിടെ ഒട്ടിക്കാനാണ് കുറച്ചുകൂടി നല്ലത്. ഈ ഒരു പോയിന്റ് കുറച്ചുകൂടി താഴ്ന്നിട്ട്. പിന്നെ ഇത്തിരി കയറിപ്പോയി. ഫസ്റ്റ് ടൈം ആണല്ലോ, കുഴപ്പമില്ല. ഇന്ന് രാത്രി ഇപ്പം ഇങ്ങനെ കൂടെ തുടങ്ങാം. അപ്പോൾ ഇത് 4 സൈസസാണ്. ഇത് സ്മോള്, ഇത് മീഡിയം 1, ഇത് മീഡിയം 2, ഇത് ലാർജിൽ ലെവൽ 1 ആണ്. ലാർജ് 1 എന്നാണ്, L1. പിന്നെ ഇതിൽ 30 മാഗ്നറ്റിക് സ്ട്രിപ്സ് ഉണ്ടാവും. പിന്നെ ഒരു ബോക്സിലാണ് ഇത് വരിക. പിന്നെ ഇതിൻ്റെ കൂടെ മാനുവൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനത്തെ ഞാൻ ഒരു ബോക്സും കൂടി വാങ്ങിച്ചു. ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് എക്സ്ട്രാ സ്ട്രിപ്സ് എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ബോക്സായിട്ടാണ് കിട്ടിയത്. ഞാൻ ഓർഡർ ചെയ്ത മണ്ടത്തരം. ഇതാണ് ബ്രാൻഡിൻ്റെ പേര്, ബ്രീത്തി എന്നാണ്. ബ്രീത്തി മെയിനായിട്ട് വാങ്ങിക്കണപ്പോൾ കണ്ടല്ലോ, എൻ്റെ മൂക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണ മൂക്കാണ്. പാലം ചെരിഞ്ഞ മൂക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അതൊരു പ്രോബ്ലം ആയിട്ടല്ല. അപ്പോൾ എനിക്ക് സംഭവിക്കാൻ തുടങ്ങി വെച്ചാൽ കുറച്ച് നാളായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തോ എനിക്കിങ്ങനെ ബ്രീത്ത് പെട്ടെന്ന് ഇതിന് കിട്ടുന്നില്ല. ഇതിങ്ങനെ അടഞ്ഞു പോകണല്ലോ. എനിക്ക് സൈനസിൻ്റെ വല്ല ആവണമെന്ന് സംശയമുണ്ട്. ഇവിടെ അടഞ്ഞു പോകും. അപ്പോൾ എനിക്ക് ബ്രീത്ത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല രാത്രി. ഞാൻ അതിന് ഭയങ്കരമായിട്ട് സ്നോർ ചെയ്യുന്ന ആളാണ്. പരീക്ഷണാർത്ഥത്തിൽ വാങ്ങിച്ചതിനാണ്. നോക്കട്ടെ എങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി ഐ എം ഹാപ്പി. ബിക്കോസ് എനിക്ക് ഈ നോസ്ട്രൽ ഓപ്പൺ ആയ പോലെ എനിക്ക് തോന്നുന്നു. ഇത് പൊതുവെ അടഞ്ഞു പോകാറുള്ളതാണ് പതിവ്. കാരണം ഈ പാലിങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടെ ഗ്യാപ്പ് കുറവാണല്ലോ. സോ ഐ ഫീൽ ഗുഡ് സോ ഫാർ. ഐ ക്യാൻ ഓൺലി സേ the final outcome after using it for like few weeks or a month.